ഹലോ ഗൈസ്, പുതു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്നും ഒരു ക്രൂസിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചാവ് പാവ് എന്ന് പറഞ്ഞിട്ടുള്ള റിവറിലേക്കൂടെ ക്രൂസ് എന്ന് വെച്ചാൽ ഒരു ഷിപ്പ് പോലത്തെ ഒരു ക്രൂസ് പോവും. അതിലിരുന്നിട്ട് നമ്മൾ ഫുഡ് അടിക്കും, കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. സോ അതാണ് സെറ്റപ്പ്. അതിൻ്റെ ടെർമിനലിൻ്റെ അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പയർ 1 ടെർമിനൽ 21 രാമ 3 എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടത്തേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, ഈ വരുന്ന ക്രൂസിലാന്ന് നമുക്ക് കയറാളോ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. We will warmly take care of you with our best service. നമ്മുടെ ടിക്കറ്റ് കയറി. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം. അപ്പർ ഡെക്ക്, ലോവർ ഡെക്ക് ഉണ്ട്. നമ്മുടെ അപ്പർ ഡെക്കാണ് ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മുടെ ടേബിൾ. സൈഡിൽ നിന്ന് നല്ല വ്യൂ കിട്ടുന്ന പോലെയുള്ള ടേബിളാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അവിടെയാണ് നമ്മുടെ ബുഫേ എടുക്കാനായിട്ടുള്ളത്. പിന്നെ അവിടെ ലാസ്റ്റിൽ ബാറുണ്ട് ഗൈസ്. നമുക്ക് വെള്ളമുണ്ട്, പിന്നെ ചെറിയൊരു ജ്യൂസ്. ഇവിടുത്തെ ലൈറ്റാണ് അടിപൊളി ഗൈസ്. കണ്ടോ, സെറ്റായിട്ടുണ്ട്. ഒരു രക്ഷയിലാണ്ട് എല്ലാ ടൈപ്പുള്ള ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ, ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഫുൾ ക്രിസ്മസ് വൈബിലാണ്. ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ബഫയൊക്കെ ഉണ്ട്. നിറച്ച ആൾക്കാരാണ് ഗൈസ് ഫുൾ. പിന്നെ അവിടെ പാട്ടും പരിപാടി സെറ്റപ്പ് ഉണ്ട് ഗൈസ്. വേറെ ടൈപ്പ് ക്രൂസുകളും ഉണ്ട് ഗൈസ്. ഇതുപോലത്തെ വേറെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ പോലെ തന്നെ വേറെ രണ്ടെണ്ണം കൂടി വരുന്നുണ്ട്. കണ്ടോ, ക്രൂസ് അങ്ങനെ നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. മുകളിൽ നിന്ന് താഴത്തേക്ക് ഡെക്കിൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ഡെക്കിൻ്റെ അവിടെ നോക്കിയാൽ അതേ നമ്മളിങ്ങനെ ആ റിവറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കണ്ടെയ്നർ ഷിപ്പ്, വാങ് ചാവോ ഷിപ്പ് യാർഡ് കോപ്പറേറ്റഡ് ലിമിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ വേറെ ചെറിയ ബോട്ടനും വന്ന് കിടക്കുന്നുണ്ട്, എന്താ ഇതിന് സഹായത്തിന്. ഇവിടെ ഫുൾ നമ്മുടെ ഒരു ടൗൺ സിറ്റിയുടെ സൈഡിലുള്ള ബിൽഡിങ്സൊക്കെ കണ്ടിട്ട് പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഇരിക്കുന്നത്, ക്രൂസിൻ്റെ. ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കമോൺ. ഇതെന്താ ഫ്രൈഡ് റൈസ് വിത്ത് എഗ്? ഇട് കുറച്ചിട്ടാ അതെ. ഇതെന്താ സ്പാഗറ്റി ആണോ? ആ, സ്പാഗറ്റി ചിക്കൻ സോസ്. കുറച്ചിട്ട് ട്രൈ ചെയ്യാലോ. കുറച്ചിടാൻ പറഞ്ഞാൽ മൊത്തം പാടിടും. ആ കണ്ട അവന് കുറച്ച്. എനിക്കിതെന്തുട്ടത്? ആ മാറിപ്പോയത്. മിണ്ടരുത് നീ. കുറച്ചൊന്ന് സോസ് ഒഴിച്ച്. ഇത്രയും ചിക്കൻ ഉണ്ട്, ഇത്രയും സ്പാഗറ്റി ഉണ്ട്. ഇനി നമുക്ക് സ്റ്റിർ ഫ്രൈഡ് മിക്സ്ഡ് വെജിറ്റബിൾ കുറച്ചിടും. പോരട്ടുണ്ട്. ഓക്കെ, സെറ്റ് മതിയടാ. ഓ, നീ അപ്പൊ പിന്നെ എൻ്റെ പ്ലേറ്റിൽ വേറെ സാധനം ഒന്നും ഇടണ്ടേ? ഞാൻ എടുത്തോണ്ടെന്ന്. ഇതെന്തുട്ടാ സ്ക്വിഡാണോ? ആ, സ്റ്റിർ ഫ്രൈഡ് സീ ഫുഡ് ഡാഷ് കറി. ആ, സ്ക്വിഡാണ് ഗൈസ്. സ്ക്വിഡാണ്. കുറച്ചിട്ടാൽ മതി, അധികം ഇട്ടാൽ ഞാൻ പിടിച്ചടിക്കും. ഓക്കെ, ഞങ്ങളെടുത്തോളാം.
ഫിഷ് എടാ ഒരു ചെറിയ ഫിഷ് ഇട്ട് സോയാ സോസുള്ള ഫിഷ്. അടുത്തത് എന്താ ബേക്ക്ഡ് സ്പിനാച്ച് വിത്ത് ചീസ്. കട്ട് ചെയ്തെടുത്തോ. ആ ഇട് കുറച്ച് മതി, മൊത്തം എടുക്കല്ലേ. ആ മതി. ദൈവമേ പ്ലേറ്റിൽ സ്ഥലമില്ലല്ലോ. ഇതെന്തുട്ടായിരുന്നു? ഗ്രിൽഡ് ലെമൺ ഗ്രാസ് ചിക്കൻ. കൊള്ളാം, ലെമൺ ഗ്രാസ്. ഓ വലിയ പീസ് ഇപ്പോൾ വന്ന് വീണു. എന്തുട്ടാ? ഡീപ്പ് ഫ്രൈഡ് ഫിഷ് കേക്ക്. ഡീപ്പ് ഫ്രൈഡ് ഫിഷ് കേക്കാണ് ഗൈസ്. ഡീപ്പ് ഫ്രൈഡ് ഫിഷ് കേക്ക്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് പിന്നെ വന്നെടുക്കാം. ഇനി പ്ലേറ്റിൽ സ്ഥലമില്ല ഗൈസ്. ഞാൻ എപ്പോഴത്തേക്കുള്ളത് നിർത്താണ്. റൗണ്ട് പിടിക്കാം. എടാ കുറച്ച് സ്പ്രൗട്ട് ഇട്ട്, അല്ലെങ്കിൽ വേണ്ട അത് ഇട്ടാൽ മതി. അതിലുണ്ടല്ലോ. ഇട് സ്റ്റിർ ഫ്രൈഡ് നൂഡിൽസ് വിത്ത് ഷ്രിംപ്. ലെറ്റ്സ് ഗോ. അത് വടിച്ച് മുകളിലേക്കിട്ട് ആ മതി. നെക്സ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ്. ഗാർലിക് ബ്രെഡ് ആൻഡ് ബട്ടർ. പീസ് ഇട്ടോ മതി ഗൈസ്. തായ് സ്പൈസി ലെമൺ ഗ്രാസ് ചിക്കൻ സാലഡ് ഉണ്ട് ഗൈസ്. സോ ഇതിപ്പോൾ നമുക്ക് കഴിക്കാം, എന്നിട്ട് പിന്നെ നോക്കാം ഗൈസ്. ഇന്ന് നമുക്ക് ലോവർ ഡെക്കിലേക്ക് കയറാം. ലോവർ ഡെക്കിൽ ഇന്ത്യൻ ഫുഡാണെന്നാണ് പറഞ്ഞത്. പെന്നി ചിക്കൻ സാലഡ്, ഫിഷ് കറി, ഡീപ്പ് ഫ്രൈഡ് ഫിഷ് ഫില്ലറ്റ്, തന്തൂരി ചിക്കനൊക്കെ ഉണ്ട്. ഞാൻ ബിരിയാണി അല്ല, പുലാവ്, യെല്ലോ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട് കേസ്. നമുക്ക് തുള്ളണമെങ്കിൽ തുള്ളാം. സിലോൺ സ്റ്റീക്ക് ഉണ്ട്. സോ നമുക്കത് പീസ് കട്ട് ചെയ്ത് തരാം നമുക്ക് ആവശ്യമുള്ള പോലെ. കട്ട് ചെയ്താണെങ്കിൽ നമുക്ക് ഗ്രേവി വിത്ത് പെപ്പർ സോസും കൂടി എടുക്കാം. പാറ പോക്കളോ ബ്രിഡ്ജിൻ്റെ അടിയോടെയാണ് നമ്മൾ പോകണം കേസ്. അടുത്ത ഡാൻസ് പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോയെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പുറത്ത് വേറെ വണ്ടി വരുന്നുണ്ട് കേസ്. നമ്മുടെ ക്രൂസ് ട്രിപ്പ് അടിപൊളിയായിരുന്നു. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് പേരായിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മളൊരു വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ പോകണമെങ്കിൽ നല്ല വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ സംഭവമാണ് ഈ ക്രൂസ് ട്രിപ്പ്. പോയാൽ നമുക്കൊരു അടിപൊളി നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്തു. സോ നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ റിവറിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് പുഴ കൂടെ പോകുമ്പോൾ ഫുഡും പിന്നെ നമുക്ക് DJയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം വൈബ് അടിക്കാൻ പറ്റും. സോ കുറച്ചധികം പേരായിട്ട് പോകണമെങ്കിൽ കുറച്ചും നല്ല വൈബ് അടിക്കാൻ പറ്റും. സോ അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഓഫ് ദി ക്രൂസ് ട്രിപ്പ്. സോ ദാറ്റ്സ് ഓൾ. നാളെ അടിപൊളി വീഡിയോ എല്ലാവർക്കും.